ഹായ്, ഞാൻ ഫർസാന. വെൽക്കം ടു മൈ ചാനൽ. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോസ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ അമർത്തുക, ഓൾ വീഡിയോ ക്ലിക്ക് ചെയ്യുക. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഫുൾ ചിക്കൻ റെസിപ്പിയാണ്. ഇത് തന്തൂരി ചിക്കനും അല്ല, റോസ്റ്റഡ് ചിക്കനും അല്ല, ഇത് ഇടയിൽ പറ്റുന്ന സംഭവമാണ്. ഇത് നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഇതിന് വേണ്ടി ഒരു ഫുൾ ചിക്കൻ എടുത്തിട്ടുണ്ട്, ഒരു മീഡിയം സൈസ് ഫുൾ ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ എല്ലാ ഭാഗത്തും ഞാൻ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് എല്ലാവർക്കും അറിയാമല്ലോ, കട്ട് ചെയ്യണത് എന്തിനാണ്, നമ്മൾ മസാല ഒക്കെ അതിൻ്റെ ഉള്ളിൽ നന്നായി പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കട്ട് ചെയ്യണത്. ഇതിന് വേണ്ടിയിട്ടുള്ള മസാല നമുക്ക് റെഡിയാക്കാം. ഒരു ബൗളിൽ ആദ്യം 1 ടേബിൾ സ്പൂൺ മല്ലിയില, അത് പൊടിയായി അരിഞ്ഞതാണ്. 1 ടേബിൾ സ്പൂൺ ക്യാപ്സിക്കം പൊടിയായി അരിഞ്ഞത്, പച്ചമുളക് റൗണ്ടായിട്ട് അരിഞ്ഞത് 1 ടേബിൾ സ്പൂൺ, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 ടേബിൾ സ്പൂൺ, 1/2 സ്പൂൺ നല്ല ജീരകം പൊടിച്ചത്, 1/2 സ്പൂൺ പെരുംജീരകം പൊടിച്ചത്, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തേക്കുന്നത്, 2 ടേബിൾ സ്പൂൺ പെപ്പർ പൗഡർ കുരുമുളക് പൊടി, പിന്നെ മാഗി ക്യൂബ് ഞാൻ ഒരു പാക്കറ്റാണ് എടുത്തേക്കുന്നത്. ഒരു പാക്കറ്റിൽ 2 ക്യൂബ് ഉണ്ടാവും. പിന്നെ പാകത്തിന് ഉപ്പ്, പിന്നെ 1 ടേബിൾ സ്പൂൺ മന്തി മസാല, 2 സ്പൂൺ സൊർക്ക, 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സൺഫ്ലവർ ഓയിൽ ഞാനിപ്പോൾ 1/2 കപ്പാണ് എടുത്തേക്കുന്നത്. നോക്കിയിട്ട് നമുക്ക് ഇനി ഒരു 1/4 കപ്പ് കൂടി ആഡ് ചെയ്യാം. നന്നായി മിക്സ് ചെയ്യാം. നല്ല പേസ്റ്റ് ഫോം ആയിട്ടുണ്ട്. എന്നിട്ട് ഈ ചിക്കൻ്റെ മേലെ എല്ലായിടത്തും ഉള്ളിലും എല്ലായിടത്തും മറ്റേ വരട്ടോട്ടും എല്ലായിടത്തും അതിൻ്റെ ഉള്ളിലൊക്കെ നന്നായി ഫില്ല് ചെയ്യുക. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓയിൽ കുറച്ച് കുറവുണ്ടാവുമെന്ന്. അപ്പോൾ ഞാൻ 1/4 കപ്പ് കൂടി ഓയിൽ ആഡ് ചെയ്തിട്ടുണ്ട്. മൊത്തം 3/4 കപ്പ് ഓയിലാണ് ഞാൻ ഇവിടെ ആഡ് ചെയ്തേക്കുന്നത്. സൺഫ്ലവർ ഓയിലാണ് ആഡ് ചെയ്തേക്കുന്നത്. അപ്പോൾ ചിക്കൻ്റെ എല്ലാ ഭാഗത്തും ഉള്ളിലൊക്കെ നന്നായി തേച്ച് പിടിച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഇനി ഫ്രിഡ്ജിൽ വെക്കണം. അതിന് നമ്മൾ കുക്ക് ചെയ്യണ പാത്രത്തിൽ തന്നെ ആയിട്ടാണ് ഞാൻ വെക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഇറക്കി വെച്ചിട്ട് ഞാൻ അത് ഫ്രിഡ്ജിൽ ഒരു 6-7 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കാൻ പോവാണ്. അപ്പോൾ മസാല നന്നായി പിടിക്കും. എന്നിട്ട് നമ്മൾ 7 മണിക്കൂറിന് ശേഷം നമ്മളത് പുറത്ത് വെച്ചിട്ട് ആ പാത്രത്തിൽ വെച്ചിട്ട് തന്നെയാണ് നമ്മൾ കുക്ക് ചെയ്യണത്. നമ്മളൊരു 3/4 മണിക്കൂറാണ് ഇത് കുക്ക് ചെയ്യാൻ ടൈം എടുക്കുന്നത്. ആദ്യം 15 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് കുക്ക് ചെയ്യാം. എന്നിട്ട് ലോ ഫ്ലെയിമിൽ ഒരു മീഡിയം ഫ്ലെയിമൊക്കെ ആയിട്ട് വെച്ചിട്ട് ബാക്കി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മറിച്ചിട്ടിട്ട് നമ്മൾ അത് മൊരിയിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. നമ്മൾ ക്യാപ്സിക്കൊക്കെ നമ്മൾ ഇതിൽ തന്നെ കുക്കായി നന്നായി വരും. നമ്മൾ കടിക്കാനൊന്നും നമുക്കറിയില്ല, നമ്മൾ ക്യാപ്സിക്കം ആഡ് ചെയ്തിട്ടുണ്ടോയെന്ന് നമുക്ക് അറിയില്ല. അപ്പോൾ നന്നായി ക്യാപ്സിക്കൊക്കെ നന്നായി പൊടിയായി അരിഞ്ഞതാണ് ഇവിടെ ആഡ് ചെയ്ത് കൊടുത്തേക്കുന്നത്. പിന്നെ കുക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ നമ്മൾ അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്യാൻ ശ്രമിക്കുക. അപ്പം ചിക്കൻ നല്ല സോഫ്റ്റ് ആവാൻ ചാൻസ് ഉണ്ട്. നല്ല സോഫ്റ്റായി കിട്ടാൻ നമ്മൾ അടച്ചിട്ടിട്ട് തന്നെ നമ്മൾ വേവിക്കുക. പിന്നെ ഉള്ളിലൊക്കെ ചിലർക്ക് ഡൗട്ട് തോന്നും നമ്മൾ വേവില്ലേന്ന്. പക്ഷെ എന്തായാലും വേവും. നമ്മൾ അടച്ചിട്ട് വേവിക്കുമ്പോൾ നന്നായിട്ട് കുക്കായിട്ട് തന്നെ കിട്ടും. നല്ല സോഫ്റ്റ് ആയിരിക്കും ചിക്കൻ, നല്ല ടേസ്റ്റാണ്. നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ കുക്ക് ചെയ്യുക. പിന്നെ നേരത്തെ ഒരു വിട്ടുപോയ കാര്യം വെച്ചാൽ മാഗി ക്യൂബിൽ അത്യാവശ്യം ഉപ്പുണ്ട്. നമ്മൾ നോക്കിയിട്ട് വേണം സോൾട്ട് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അടിയിൽ നല്ല ചിക്കനിൽ നിന്ന് ഗ്രേവി ഒക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് മറിച്ചിടുമ്പോൾ അതൊക്കെ തന്നെ അതിൻ്റെ മേലൊക്കെ തന്നെ ടോപ്പിങ്ങിൽ തന്നെ നമുക്ക് തേച്ച് കൊടുക്കാം. അപ്പോൾ ചിക്കൻ്റെ നെയ്യും ആ മസാലയും വരുമ്പോൾ തന്നെ ഒരു പ്രത്യേക സ്മെല്ലാണ്. ഇതിൻ്റെ മേലെ നമുക്ക് ഒന്നുകൂടി ഒന്ന് തേച്ച് കൊടുക്കാം. മറിച്ചിടുമ്പോൾ അതുകൊണ്ട് മുകളിലൊക്കെ കൊണ്ട് തേച്ച് കൊടുക്കുക. അപ്പോൾ ഏകദേശം കുക്കായി വന്നിട്ടുണ്ട്. ഉള്ളൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇത്ര നേരം നമുക്ക് അടുപ്പത്ത് വെക്കാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ നമുക്കിതൊന്ന് കുക്കറിൽ ഒരു വിസിൽ അടിച്ചിട്ട് പിന്നെ വേവിക്കാൻ വെക്കാം. അപ്പോഴും ഈ ഒരു ടേസ്റ്റ് കിട്ടും. നമ്മൾ ഇത്ര നേരം അടുപ്പത്ത് വെച്ച് കുക്ക് ചെയ്യണ്ടെന്നുള്ളൊരു ഇതുള്ളൂ. അങ്ങനെയും ചെയ്യാം. ഞാൻ ഇവിടെ അടുപ്പത്ത് വെച്ചിട്ടാണ് ചെയ്തത്. അപ്പോൾ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ റെസിപ്പി റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇതിന് വെറുതെ ഒരു പേരിട്ടാണ് ജിംബർലക്ക. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഒരു പ്രത്യേക ഒരു ടേസ്റ്റും ഫ്ലേവറും ആണ് ഇതിനുള്ളത്. അപ്പോൾ എൻ്റെ ചാനൽ എല്ലാവരും ഇഷ്ടമായി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.